ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മുക്താർ. അപ്പോൾ ഞാനിന്ന് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു പലഹാരം ഉണ്ടാക്കാമെന്നാണ്. എൻ്റെ വീട് കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട്, കണ്ണൂർ, തലശ്ശേരി ഭാഗങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു കടിയാണ് നുള്ളിട്ടപ്പം എന്ന് പറയും നമ്മുടെ നാട്ടിൽ. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. സാധനം തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. റവ കൊണ്ടുണ്ടാക്കുന്നതാണ്. റവയും മുട്ടയൊക്കെ വെച്ച് ഉണ്ടാക്കുന്നൊരു സാധനമാണ്. അപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരം എൻ്റെ പെങ്ങളെ ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ എനിക്ക് എന്താ പറയുക, ചായ കുടിക്കുന്നേരം വിശന്നിട്ട് എന്തെങ്കിലും കടി ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് നിൽക്കുന്നേരം പെങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു സാധനം ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ഞാൻ ഫസ്റ്റ് ടൈമായിരുന്നു ഉണ്ടാക്കുന്നത്. ഓൾറെഡി എനിക്ക് എൻ്റെ ഉമ്മ സ്ഥിരമായിട്ട് ഉണ്ടാക്കി തരുന്നതായിരുന്നു നാട്ടിൽ നിന്ന്. ഞാനിപ്പോൾ ഇവിടെ കുവൈത്തിലുള്ളത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും കൂടി അത് പങ്കുവെക്കാം. നിങ്ങൾ എന്താ പറയുക, പെട്ടെന്നൊക്കെ വീട്ടിലൊക്കെ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താ പറയേണ്ടത്, നമ്മൾ മാഗിയൊക്കെ ഉണ്ടാക്കുന്ന സ്പീഡിൽ 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പലഹാരമായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, കുവൈത്തിൽ എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും മറ്റെല്ലാ ഇതും കൂടി ഉൾക്കൊണ്ടുള്ള ഒരു യൂട്യൂബ് ചാനലായിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതിന് മുമ്പും 1-2 യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ട് ഇതായതാണ്. ഇനിയെങ്കിലും ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. അതാണ് മെയിൻലി. ഇതുവരെ മറ്റ് 2 യൂട്യൂബ് ചാനലും ഒഴിവാകാൻ കാരണം തന്നെ ആരെയും സപ്പോർട്ടില്ല. അതുപോലെ തന്നെ എന്താ പറയണ്ടേ, ഇങ്ങനെ ക്ലച്ച് പിടിച്ചില്ല, അപ്പം മടിയായിപ്പോയി. അപ്പോൾ എന്തായാലും സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യണം തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം. മാക്സിമം കാണുന്നവരെയൊക്കെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ്സ് ഇടുക. ഓക്കെ, അപ്പോഴാണ് കൂടുതൽ ജസ്റ്റ് എല്ലാവരും വീഡിയോ കണ്ട് സ്ക്രോൾ ചെയ്ത് പോകുന്നപ്പോൾ നമുക്കത് തിരിയില്ലല്ലോ. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടുക. വീഡിയോ നന്നായെങ്കിൽ നന്നായെന്നോ ഇല്ലെങ്കിൽ മോശമാണെങ്കിൽ മോശമാണെന്നോ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ പലഹാരം ഉണ്ടാക്കേണ്ടി പോവാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബൗൾ എടുക്കാം. എൻ്റെ കയ്യിൽ ബൗളില്ലാത്തതുകൊണ്ട് ഒരു ചെറിയൊരു പാത്രം എടുക്കുകയാണ്. ഓക്കെ, നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ അടുത്ത് റവ ഉണ്ടാവുമല്ലോ. അപ്പോൾ റവ നമ്മൾ എടുത്ത് വെക്കുക. ഓക്കെ, റവ ഞാനിതിൽ ആക്കി വെച്ചതൊരു തൈരിൻ്റെ പാത്രമാണ്. ഇവിടെ കുവൈത്തിലുള്ള കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ മുട്ട എടുക്കണം. ഒരു 3 മുട്ട നമ്മൾ എടുക്കുക. അപ്പോൾ ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 3 മുട്ട ഇതിലേക്ക് ഉടച്ച് വരട്ടോ. ഓക്കെ, മുട്ട ഇതിൽ മൂടി വെട്ടി സാരമില്ല, എല്ലാം സംഭവിക്കും. ഓക്കെ, നമ്മൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 സ്പൂണ് അല്ല 3 പോരാ, ഒരു 5 സ്പൂണ് പഞ്ചസാര നമുക്കിതിലേക്ക് ഇടാം. 3 മുട്ടയിൽ 5 സ്പൂൺ പഞ്ചസാര ഇടാം. ഓക്കെ, 5 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്കായ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഏലക്കായ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഏലക്കായ് ഇടുന്നില്ല. പിന്നെ ഒരു ഇത്തിരി ഉപ്പ് നമുക്കിടാം, കാരണം മധുരം കുറച്ച് കൂടുതലാണെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കും. ഓക്കെ, ഒരു നുള്ളുപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് നമുക്ക് സ്പൂൺ എടുത്തിട്ട് ഇതാക്കാം. ഓക്കെ, സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ആദ്യം. ഓക്കെ, നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് റവ ഇടാം കേട്ടോ.
റവ എങ്ങനെ ഇടേണ്ടത് അളവ് ഏകദേശം ഞാൻ പറഞ്ഞുതരാം. ഒരു 3 ഇതിൽ നമുക്കൊരു 5 കൈ നമുക്ക് എന്ത് ചെയ്യാം, റവ ഇടാം കേട്ടോ. 1 2 3 4 നമ്മൾ 5 കൈ റവ ഇതിലിട്ടു. ഏകദേശം ഒരു മുട്ടക്ക് ഒരു 2 കൈ, ഏകദേശം ഒരു കൈ അളവാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇനി നമുക്ക് സ്പൂൺ കൊണ്ട് ഇതാക്കി കഴിഞ്ഞാൽ അത്ര ഒരു മിക്സിങ് നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇത് കുറച്ച് ലൂസായിട്ട് വരും. നന്നായി ലൂസാണെങ്കിൽ നമ്മളെന്ത് ചെയ്യുക, കുറച്ചുകൂടി റവ ഇട്ട് കൊടുക്കുക. എല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പൂൺ കൊണ്ട് ഇതാക്കാം, പക്ഷേ കൈ കൊണ്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നന്നാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കിട്ടും. ഇതിൽ ഏലക്കായ കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും, നല്ല സ്മെല്ലും ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഏലക്കായ ഇപ്പം എൻ്റെ കയ്യിലില്ല, പക്ഷെ അത് നമുക്ക് അടുത്തതിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എണ്ണ, ഇനി നമുക്ക് നെക്സ്റ്റ് എണ്ണ ചൂടാക്കാം. ഓക്കെ, നമുക്കിതിൽ എണ്ണ വയ്ക്കാം കേട്ടോ. ഓക്കെ, ഇപ്പം നമ്മളിതിൽ എണ്ണ വയ്ക്കാൻ പോവുകയാണ്. ആദ്യം സ്റ്റവ് ഒന്ന് കത്തിക്കാം. ഓക്കെ, ഇത് കുവൈത്തിലുള്ള ദലാൽ എന്ന് പറഞ്ഞ ഓയിൽ ബ്രാൻഡാണ്. അപ്പം നമ്മളതിൽ എണ്ണ വയ്ക്കുകയാണ്. ഓക്കെ, ഇനി എണ്ണ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ചൂടാക്കരുത്, കുറച്ച് നോർമൽ ലോ ഫ്ലെയിമിൽ എണ്ണ ചൂടാക്കാം കേട്ടോ. കാരണം നമ്മളുടെ ഈ ഉണ്ടാക്കുന്ന റവനെ കൊണ്ട് ഉണ്ടാക്കുന്ന പെട്ടെന്ന് പുറംഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ എണ്ണ ചൂടാക്കുക. അപ്പോൾ നമ്മൾ എണ്ണ ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എണ്ണ കുറച്ചും കൂടി ചൂടായതിന് ശേഷം നമ്മൾ ഇതിൽ നമുക്ക് സ്പൂണ് കൊണ്ട് എടുത്തിട്ട് നമുക്കിതിൽ ഓരോത് വെച്ചിടാം. പക്ഷേ ഞാൻ നോർമലി കൈ കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യാറ്. സ്പൂണിൽ ചിലപ്പോൾ ഇങ്ങനെ പറ്റി പിടിക്കുന്നൊരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ആദ്യം ഒന്ന് സ്പൂൺ കൊണ്ട് ട്രൈ ചെയ്ത് നോക്കാം. റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ കൊണ്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്കിങ്ങനെ ഓരോ സ്പൂൺ വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. പക്ഷേ ഇതിൽ പറ്റി പിടിക്കുന്നുണ്ട്. സോ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കേണ്ടി വരും മിക്കവാറും. ഓക്കെ, നമുക്ക് ആദ്യം ഒന്ന് സ്പൂൺ കൊണ്ട് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് തന്നെ നമുക്കിതിലിടാം കേട്ടോ. ഇത് സ്പൂൺ കൊണ്ട് ഓക്കെ ആവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് കൈ കൊണ്ട് ഈ ഒരു ഇതിൽ നമുക്ക് വലുപ്പത്തിൽ ഇതിലിട്ട് കൊടുക്കാം. പിന്നെ ഷേപ്പും കാര്യങ്ങളും വേണമെന്നില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പൊന്തി വരും. ഓക്കെ, നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ല ഷേപ്പിൽ കൊണ്ടുവരാൻ പറ്റും കേട്ടോ. ഞാൻ ഇത് ഉണ്ടാക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് എന്താ പറയുക, നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് ബെറ്ററായി വരും. അപ്പോൾ തുടക്കമുള്ള കോലമൊന്നും നോക്കുകയൊന്നും വേണ്ട, ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഓൾറെഡി ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ.
പിന്നെ ഇത് ലോ ഫ്ലെയിമിൽ വേണം നമ്മളിതിൽ ചെയ്യാൻ. ഓവർ ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നത് കത്തിപ്പോകും, കരിഞ്ഞു പോകും. സോ ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. ഉള്ളും ചൂടായി വരേണ്ടിയുണ്ട്. ഇത് ഓൾറെഡി എന്താ പറയുക, മിക്കവാറും ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ ഞാനിതിൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല, അല്ലാണ്ട് തന്നെ നന്നായിട്ട് പൊന്തി വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ ഓവർ കരിയിക്കാൻ നിൽക്കരുത്, വേഗം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇത് പെട്ടെന്ന് വേഗം, അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ. നമ്മൾ ഓവർ വേവിപ്പിക്കാതെ, പിന്നെ അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. പിന്നെ ടേസ്റ്റ് ഇല്ലെങ്കിൽ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, നമുക്ക് എടുക്കാം. ഇനി നിന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും കേട്ടോ. ഇനി നമുക്ക് കുറച്ചും കൂടി ഇതിൻ്റെ സ്പീഡ് കുറക്കുക, ലോ ഫ്ലെയിം ആക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ നേരത്തെ ഇട്ട പോലെ ഇതിൽ നിന്ന് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഒന്ന് ഇതായതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് ഇതാക്കരുത്, കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ ഷേപ്പ് ഇല്ലാണ്ടിട്ടെങ്കിലും ഇത് പൊന്തി വന്നപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഷേപ്പിൻ്റെ കാര്യത്തിൽ പ്രശ്നമില്ല, ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നല്ല ഷേപ്പിൽ വരും. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുക്കാം. വെന്ത് തുടങ്ങിയിട്ടുണ്ട്. എണ്ണ കൊണ്ട് കളിക്കുന്നതിന് ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മുഖത്തേക്കൊക്കെ എണ്ണ പറയണ്ടോ. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മുടെ നുള്ളിയിട്ടപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് എണ്ണ ആദ്യം നമുക്ക് മൂടി വെക്കാം. ഓക്കെ, ഓക്കെ, നമുക്കിതെടുത്തിട്ട് റൂമിലേക്ക് വെക്കാം. നമുക്കൊന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. രസമുണ്ട് കേട്ടോ. ഞാൻ ഓവർ മധുരം ചേർത്തിട്ടില്ല, ഒരു മീഡിയമാണ് കേട്ടോ. കുറച്ചും കൂടി മധുരം വേണമെന്നുള്ളവർക്ക് ഒരു 2 സ്പൂൺ കൂടി മധുരം ചേർക്കാം കേട്ടോ. മൊത്തത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ട്, ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്. ഈവനിങ്ങിന് ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സാധനമാണ്. അതുപോലെ നമ്മളെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ എന്താ പറയണ്ടേ, 5 മിനിറ്റ് കൊണ്ട്
പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്.